ചൂണാടം ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ നമുക്ക് പറ്റുന്നത് അശ്രാന്തമായ പരിശ്രമം എന്ന തലക്കെട്ടോടു കൂടിയാണ്. അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം. അപ്പോൾ വലിയ ശക്തി എന്ന ആശയം, എന്തൊക്കെയാണ് എൻ്റെ കുഴപ്പങ്ങൾ, എവിടെയാണ് എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ എന്നെ മദ്യമില്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തികൾ വീണ്ടും എന്നെ കുടിക്കാൻ, പല കാര്യങ്ങളുണ്ട്, ഭയമുണ്ട്, കാര്യങ്ങളെ നേരിടാൻ പറ്റായ്മകളുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധങ്ങളുണ്ട്, പല പല കാരണങ്ങളെ കൊണ്ട് കുടിക്കുന്നുണ്ട്. ആ കാരണങ്ങളുടെ യഥാർത്ഥ കാരണം പോലും അറിയാതെ ഇന്ന കാരണം കൊണ്ട് കുടിച്ചു, അവനില്ല, അവർ വന്നില്ല, അവൾ ഇങ്ങനെ പറഞ്ഞു, മറ്റവരിങ്ങനെ പറഞ്ഞു, പൈസ കിട്ടിയില്ല, ഒറ്റപ്പെടൽ കൊണ്ട് കുടിച്ചു. പറഞ്ഞേക്ക് എന്താ അങ്ങനെ കുടിക്കാൻ കാരണം? അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായിരുന്നു? ആളുകൾ എപ്പോഴും എന്തിനു കാരണത്തിനും ഒരു ഒരു കാരണം അന്വേഷിക്കും. യഥാർത്ഥത്തിൽ മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ രോഗം ഉണ്ടായിരുന്നു. മദ്യപിക്കാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന നിരവധി കുഴപ്പങ്ങൾ എനിക്കുണ്ട്. അതുപോലും ഞാൻ തിരിച്ചറിയുകയും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ സ്വഭാവ വൈകല്യങ്ങളും കുഴപ്പങ്ങളും എനിക്ക് കുഴപ്പമാണ് എന്ന് ഞാൻ പടികളിലൂടെ പോകുമ്പോഴാണ് കണ്ടെത്തുന്നത്. അതിനവിടെ ആദ്യമായിട്ട് എനിക്ക് കീഴ്പ്പെടേണ്ടി വന്നു. സാധാരണ പോലെയല്ല. മറ്റുള്ളവരും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നതിന് പകരം എന്നിൽ എന്ത് കുഴപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കി, മറ്റുള്ളവർക്ക് കുഴപ്പമില്ല എന്നൊന്നുമല്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എല്ലാം ശരിയാണെന്നല്ല. സാഹചര്യങ്ങൾ മോശമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെയിന്റ് പണിക്ക് പോകുന്ന കൺസ്ട്രക്ഷൻ പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ പണിയില്ല എന്നത് റിയാലിറ്റിയാണ്. അപ്പോൾ പക്ഷെ അതൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ആ അവസ്ഥയെ തരണം ചെയ്യുന്നു എന്നാണ് പ്രോഗ്രാം പഠിപ്പിക്കുന്നത്. അതല്ലാണ്ട് സാഹചര്യങ്ങൾ ഇതായി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇങ്ങനെയാവുകൊണ്ട് എല്ലാ കുഴപ്പങ്ങൾ നമ്മുടേതാന്ന് പറയണത് അതൊന്നുമല്ല ഇവിടെ പ്രോഗ്രാം പറയുന്നത്. അതിന് നമ്മളെ എങ്ങനെ പ്രാപ്തമാക്കുന്ന വലിയ ശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആ വലിയ ശക്തി എന്ന് പറയുന്ന ആശയം മീറ്റിങ്ങിൽ ഞാൻ കേവലമായിട്ട് പറയുന്നതോ അതിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടുന്നു അല്ല, മറിച്ച് എന്താണ്, അശാന്തമായൊരു പരിശ്രമത്തിന്റെ തുടക്കമിടണം. ആ സ്വഭാവ വൈകല്യങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ, അത് എവിടെയാണ് എനിക്ക് ഭീഷണിയാകുന്നത്, എനിക്ക് ആ കുഴപ്പങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടുണ്ടോ, ഞാൻ എന്നിൽ കാണാതിരിക്കുകയും മറ്റുള്ളവരിൽ കാണുകയും ചെയ്യുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നിലുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആത്മീയമായ ഒരു വഴിത്താരിയിലൂടെ ഞാൻ പോകുന്നു. മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയൊക്കെ അവർ മാറാതെ ഞാൻ എങ്ങനെ ഉൾക്കൊണ്ടു പോകുമെന്നുള്ളതാണ്. അതിലേക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എൻ്റെ കുഴപ്പങ്ങൾ, എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, അത് പല കാര്യങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന ബോധ്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് വേറെ ആൾക്കാരെ പോലെ വേറെ ഉള്ളവർ ഇപ്പോൾ തെറി പറയുന്നുണ്ടാവില്ല, വേറെ രീതിയിൽ മോശമായിട്ട് ചിന്തിക്കുന്നില്ല. അതേപോലെ എല്ലാത്തിനും എനിക്ക് അങ്ങനെ ആവാനൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു ബോധ്യമുണ്ട്, എനിക്ക് ആ കുഴപ്പമുണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്. എനിക്ക് ഏതൊരു കാര്യത്തിലാണെങ്കിലും അനിയന്ത്രിതമായ എൻ്റെ ജീവിതത്തിൽ പലതിനെ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. ആ കുഴപ്പങ്ങൾ എൻ്റേതാണ് എന്ന ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ടോ? ആ കുഴപ്പങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും ആ കുഴപ്പങ്ങളൊക്കെ അതിജീവിച്ച് പോയി എന്ന് രാത്രി കിടക്കുമ്പോൾ കരുതുകയും യഥാർത്ഥത്തിൽ ആ കുഴപ്പങ്ങൾ ചെയ്ത കുഴപ്പങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരാളോട് ഏറ്റുപറയേണ്ട കാര്യവും ആ ഏറ്റുപറച്ചിലൂടെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഏറ്റുപറച്ചിലുകളും കാര്യങ്ങളും ഞാൻ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പാണ്. പണ്ടത്തെ മാർഗത്തിലൂടെ അല്ല ഞാൻ ജീവിക്കുന്നത്, ആത്മീയമായ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇന്നൽ ജീവിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുകയും അത് പിന്നീട് എന്നെ മദ്യത്തിലേക്കോ മദ്യമില്ലാത്ത ഭീകരമായ അവസ്ഥയിലേക്കോ കൊണ്ടുപോകുന്ന, മദ്യമില്ലാത്ത മദ്യപാനിയുടെ അഭീകരമായ ഒരു അവസ്ഥയിലേക്കോ കൊണ്ടുപോകുന്ന കാരണങ്ങൾ, എൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും എടുക്കാൻ കാരണമാകുന്ന എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ, ആ സ്വഭാവ വൈകല്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിൽ പുരോഗതി ഉണ്ടാക്കുക. ഞാനുമായിട്ട് തന്നെ കമ്പയർ ചെയ്തിട്ട് അന്നത്തേക്കാൾ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ. അപ്പം അവിടെ ഞാൻ ഓരോന്നും പരിശോധിക്കണം. അത് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യായീകരണം കൊണ്ട് നടക്കാതെ അത് എൻ്റെ കുഴപ്പമാണ്, കഠിനമായ ശ്രമമുണ്ട്. അവിടെയാണ് ആ ചോദ്യം, അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞോ? അദ്ദേഹം എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? വീട് വൃത്തിയാക്കലിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ഞാൻ ചെയ്തോ? ഞാൻ ആ തെറ്റുകൾ സമ്മതിച്ചോ? തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടായോ? ഞാനത് ആത്മാർത്ഥമായിട്ടത് മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു.
ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, വേറൊരാളുമായിട്ട് അത് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രവൃത്തിയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടോന്നാണ്. അത് പറഞ്ഞോ, ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടോ നടന്നില്ല, ഇന്ന് വീണ്ടും തെറ്റുപറ്റിപ്പോയി, ഞാൻ ചീത്ത പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, ഏതാണ്, ഞാൻ നുണ പറഞ്ഞു, ഞാൻ അയാളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, എനിക്ക് എൻ്റെ സ്വാർത്ഥത മാറുന്നില്ല, ഇനി ഞാനത് കുറച്ചുകൂടിയൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തണം. അപ്പം ആ ഒരു നിരന്തരമായിട്ടുള്ള ആ ഫോളോ അപ്പിലൂടെ, കാരണം തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാനതിന് ബോധ്യമായിട്ടുണ്ട്, എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആളുകളോട് പറഞ്ഞ് ന്യായീകരിക്കാനല്ല, എൻ്റെ മനസാക്ഷിയെ കൃത്യമായിട്ട് സ്വയം സഹതാപത്തിലേക്ക് പോകാതെ എൻ്റെ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്, ഈ മാറ്റം എന്നിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ആ വിജയശക്തി എന്ന ആശയത്തെ കൃത്യമായി ഉപയോഗിക്കുകയും ഞാൻ സന്നദ്ധനാവുകയും തുടക്കമിടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.